നിങ്ങൾ ക്രോമ എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പലപ്പോഴും നമ്മളേക്ക് ട്രിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. നമ്മളൊക്കെ ഇന്ന് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓറഞ്ച് നെറ്റിലിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ലെമൺ ഒരു വൈറ്റോ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റിലിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ടൊമാറ്റോ ഒരു റെഡ് നെറ്റിലിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി നമ്മളൊരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ ബ്രൈറ്റ്നസ്സും ഫ്രഷ്നെസ്സും ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നെറ്റ് അതിന് പുറത്തിടുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ നെറ്റുള്ള ടൊമാറ്റോ ഭയങ്കര ബ്രൈറ്റർ റെഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ഇത് കളർ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. ഒരിക്കലും ഒരു 2 ടേബിളിന്റെ മുകളിൽ കോഫി ബീൻസ് വെച്ചു. ഒന്ന് വെച്ചത് ഒരു ബ്രൗൺ ടേബിളിന്റെ മുകളിലും മറ്റൊന്ന് വെച്ചത് ഒരു ബ്ലൂ ടേബിളിന്റെ മുകളിലുമാണ്. എന്നിട്ട് കസ്റ്റമേഴ്സിനോട് ചോദിച്ചു, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന ചോദിച്ച സമയത്ത് മെജോറിറ്റി ഓഫ് ആൾക്കാർ പറഞ്ഞത് ബ്ലൂ ടേബിളിന്റെ മുകളിൽ വെച്ച ബീനാണ് ഭയങ്കര പ്രീമിയം ആയിട്ട് ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കളർ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള കളേർഡ് ആയിട്ടുള്ള നെറ്റൊക്കെ ഉള്ള പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വാങ്ങാൻ അത് മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ക്രോമ എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്.